അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ 10 ദിവസം പിന്നിടുമ്പോൾ സംഭാവന വരവിന്റെ കണക്ക് പുറത്ത്. 10 ദിവസം കൊണ്ട് 11 കോടിയിലധികം രൂപയാണ് ഇതിനകം സംഭാവനയായി ലഭിച്ചതെന്ന് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഓഫീസ് ഇൻചാർജ് പ്രകാശ് ഗുപ്ത അറിയിച്ചു. വാർത്താ ഏജൻസിയായ PTIയോടാണ് പ്രകാശ് ഗുപ്ത ഇക്കാര്യം പറഞ്ഞത്. ഭണ്ഡാരത്തിൽ ഭക്തർ നേരിട്ട് നിക്ഷേപം നടത്തിയത് 8 കോടി രൂപയിലേറെയാണ്. ചെക്കും ഓൺലൈൻ അടക്കമുള്ള മാർഗങ്ങളിലൂടെ ലഭിച്ചതാകട്ടെ 3.5 കോടി രൂപയാണ്. രാമക്ഷേത്രത്തിൽ 25 ലക്ഷത്തിലേറെ ഭക്തർ ഇതിനകം സന്ദർശനം നടത്തിയതായും പ്രകാശ് ഗുപ്ത വ്യക്തമാക്കി. ക്ഷേത്രത്തിലെ സന്ദർശന സമയം കഴിഞ്ഞ ശേഷം 11 ബാങ്ക് ജീവനക്കാരും ക്ഷേത്ര ട്രസ്റ്റിലെ 3 ജീവനക്കാരും ചേർന്നാണ് ദിവസവും ഭണ്ഡാരത്തിലെ പണം എണ്ണി തിട്ടപ്പെടുത്തുന്നത്. CCTV നിരീക്ഷണത്തിലാണ് എല്ലാ പ്രവർത്തനങ്ങളെന്നും ക്ഷേത്ര ട്രസ്റ്റിന്റെ ഓഫീസ് ഇൻചാർജ് പ്രകാശ് ഗുപ്ത വ്യക്തമാക്കി. ഭക്തർക്ക് സംഭാവന നിക്ഷേപിക്കാനായി 4 ഭണ്ഡാരങ്ങളാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 4 ഭണ്ഡാരങ്ങൾക്ക് പുറമെ ഡിജിറ്റൽ സംഭാവനകൾ സ്വീകരിക്കാനായി 10 കമ്പ്യൂട്ടറൈസ്ഡ് കൗണ്ടറുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ദിനംപ്രതി 2 ലക്ഷത്തിലേറെ ഭക്തർ ഇവിടെ എത്താറുണ്ടെന്നും അവധി ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണം വർദ്ധിക്കാറുണ്ടെന്നും അദ്ദേഹം വിവരിച്ചു. ഉത്തരേന്ത്യയിൽ തണുപ്പ് കുറയുന്നതോടെ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്.